വെടി. അറ്റാക്കായിരുന്നു സാർ. ഒറ്റ ഷോട്ട് വെച്ചില്ല സാർ. കോൺസെൻട്രേഷൻ കളയലടോ. ആരാ നോക്ക് സാർ ആ താളപ്രക്കാടി ഒന്ന് അനങ്ങി പോണം. ശരിയെന്നാ എല്ലാം പറഞ്ഞല്ലേ, ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ സാറ് നമ്മളെ ആളാണ്. സാർ എക്സ്ക്യൂസ് മീ ഫോൺ ഞാൻ പോയിക്കോളാം. ഓക്കെ ദിസ് വേ. സാർ താൻ എന്താണ് ഒരു പിള്ളേരെ പോലെ ഫോണും പറ കിടക്കുന്നത്? തന്നെ പെണ്ണും പിള്ളേരാണോ വിളിച്ചത്? താൻ ഉമ്മനോ കുമ്മനോ? പോയാ CCTV ഫുട്ടേജ് എടുത്തു. Sir, please sit down. You're a good dancer. Please. അടുത്തത് മൂന്നോളം കൂടെ നീങ്ങുന്ന രോഹിണി മാഡത്തിനോട് ഇനി പ്രത്യേകിച്ച് പറയണമായിരിക്കും. നീ ഇന്ന് ഇവിടെ ഏതെങ്കിലും ഞാൻ നിങ്ങളെ സഹായിക്കാം. അപരിചിതൻ യു മിസ് സൈൻ സർ? അത് തന്നെ. അങ്ങനെ ആരെങ്കിലും കണ്ടിരുന്നു? ഓ ആര്? സാറ് സാറ് ആക്കിയതാണല്ലേ? വേണ്ട കേട്ടാ. മൂന്നെണ്ണത്തിനെ കുറിച്ച് ഫ്ലാറ്റിലൊക്കെ നല്ല അഭിപ്രായമാണല്ലോ. മൂന്നിനെയും തൂക്കും ഞാൻ. ആ CCTV ഫുട്ടേജ് വന്നോട്ട്. ഈ SI വത്സനാരെന്ന് നീയൊക്കെ അറിയും കേട്ടാ. സാംസ്കാരിക മാലിന്യങ്ങളെ എപ്പ നോക്കിയാലും കുണുകുണു. ഈ പാതിരാത്രി ആരുടെ ഇതിനും വേണ്ടി നിന്നെ ഗുളികയായിരിക്കും? ആ ഫോൺ എടുത്ത് വല്ല തോട്ടിലും കളയണേ. അനിയ നീ നീപ്പോ അവിടെ നടക്കാൻ വയ്യ. ഇവിടെ ആർക്കടാ വെടിവെക്കാൻ അറിയാമോ? എനിക്കറിയില്ല. അങ്ങനെ വെച്ചാ ഇവനറിയാതെ ഒരു കൈ. സാർ CCTV വിഷ്വൽസ് ഞാൻ ചെക്ക് ചെയ്തു. സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരു പെൺകുട്ടി മാത്രമേ വന്നിട്ടുള്ളൂ. വിഷ്വൽസ് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അല്പം ക്ലാരിറ്റി കുറവുണ്ട്. ലുക്ക് അറ്റ് ദിസ്. സാർ മറ്റൊരു കാര്യം, ഈ പെൺകുട്ടി ഫ്ലാറ്റിലേക്ക് പോകുന്ന വിഷ്വൽസ് മാത്രമേ ഉള്ളൂ, തിരിച്ചു പോകുന്നതില്ല. സോ പെൺകുട്ടി ഈ ഫ്ലാറ്റിൽ എവിടെയുണ്ട്. ചിലപ്പം ഇവിടെ തന്നെ ആകാം. ഓഹോ, അത് താനാണോ തീരുമാനിക്കുന്നത്? കാണട്ടെ. സോറി, മാറിപ്പോയി. ഇതാണോ തന്റെ കില്ലർ? സോറി സാറേ, ഒരു അബദ്ധം പറ്റി. ഒന്ന് വാട്സാപ്പ് ചെയ്തേരെ. എനിക്ക് അല്ലാതെ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ട് സാർ. ക്രിസ്മസിന് വരാണ്ട് കസ്റ്റമർ കെയർ ചെയ്യുന്നു. അവിടെ നെല്ല് സാർ. ഇതാണ് ഇത് ബാംഗ്ലൂർ ഡോൾബി. ഇവിടെ തുടങ്ങിയ ഡീലിങ്സ്. ഈ വന്നവളവിടെ പോയി മാഞ്ഞു പോയ. കൊന്നവളുമില്ല ചത്തവളുമില്ല. ടു കോംപ്ലിക്കേറ്റഡ്. എടോ, ഈ ഡയാനയുടെ ഫ്ലാറ്റിന്റെ ഫ്ലോറിൽ CCTV ക്യാമറ ഒന്നുമില്ലേ? അങ്ങനെ എന്താണ് ഈ ഫ്ലാറ്റ് എന്തെങ്കിലും ഒന്ന് മൊഴിയടോ. സാറേ, ഡയാന മാഡം ഫ്ലാറ്റിലെ അസോസിയേഷൻകാരോട് പറഞ്ഞിട്ട് ആ ഫ്ലോറിലെ CCTV ക്യാമറ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ നടക്കത്തൊന്നും കാണാൻ പറ്റില്ല. ഓ, അത് ശരി. എവന്റെയൊക്കെ അല്ലേ വർഗം. എന്തൊക്കെ ചുറ്റിക്കളികളുണ്ടെന്ന് ആർക്കറിയാം.
യോഗം. ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് പോലീസ് ഓരോ നിർദ്ദേശങ്ങൾ നൽകുന്നത്. ആരനുസരിക്കാൻ. എന്നിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലും അതെല്ലാം എന്നെ പോലുള്ള ബ്രില്യന്റ് ആയിട്ടുള്ള ഓഫീസേഴ്സിന്റെ തലയിലും. ഇന്ന് തന്നെ എല്ലാ ഫ്ലാറ്റും ചെക്ക് ചെയ്യണം. ചാനലുകാരൊക്കെ വന്നാന്തോ ആ ടി വി എന്നിട്ടെ സാർ എന്തോന്നടേ ഇത് HD TV യാ? തെന്നിന്ത്യൻ സിനിമയിലെ സൂപ്പർ താരം നടി ഡയാന ആത്മഹത്യ ചെയ്തിരിക്കുന്നുവെന്ന ഏറ്റവും പുതിയ വാർത്തയാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സംഭവ സ്ഥലത്തു നിന്നും നമ്മുടെ റിപ്പോർട്ടർ ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത് കേൾക്കാമോ? ശ്രീജിത്ത് എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഹലോ നികേഷ്, കേൾക്കുന്നുണ്ടോ? പറയൂ, കേൾക്കാം. എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പത്രക്കാർ ആരെയും പോലീസ് ഇതുവരെ അകത്തേക്ക് കടത്തിവിട്ടിട്ടില്ല. നമ്മളിപ്പോൾ നിൽക്കുന്നത് മരിച്ച പ്രമുഖ നടിയുടെ ഫ്ളാറ്റിന് മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. SI വത്സനം സംഘവുമാണ് പൂർണ്ണമായിട്ടും ഈ കേസിന്റെ ചാർജ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇതുവരെ ഹോസ്പിറ്റലിലേക്ക് പോലും ഈ നമ്മുടെ മരിച്ച പ്രമുഖ നടിയുടെ മൃതദേഹം ഇതുവരെ പോലീസ് വിട്ട് നൽകിയിട്ടില്ല. അത് നമ്മുടെ പോലീസിന്റെ ഒരു അനാസ്ഥയായി എഴുതി ചേർക്കാൻ സാധിക്കും. നീ വന്ന് കൊണ്ടുപോടാ. ഇവിടെ ആട് കിടന്നെടുത്ത് പൂട പോലും ഇല്ല. എപ്പോഴാണ് ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് അവിടുന്ന് ബോഡി കൊണ്ടുപോകാതിരിക്കുന്നത്? The nation wants to know. കൊക്കു, ഈ ഡയാന ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഓടി അവിടെ പോയി. മൂന്നെണ്ണം എവിടെയൊക്കെ തന്നെ കാണണം കേട്ടാ. കേട്ടില്ലടാ, 3 ഇവിടെ തന്നെ കാണണം. സാർ എന്റെ ഡയലോഗിന് എക്കോ വേണ്ട കേട്ടോ. എവിടെടാ? എന്ത് വാഷ്റൂം? Sir, there. That's my room. This way. അവിടുത്തെ Sir, I use Sardonic freshener. Harpic, very clean. Enjoy, sir. What a nice person. Oh. Listen, man. Sir, you. വേണ്ട. Okay, thank you. See? വാഷ്റൂം. കക്കുസി പോയ വെള്ളം ഒഴിച്ചു വിടണം. ഉയറായിട്ട് എന്റെ വർഷം കളഞ്ഞു. ഞാൻ നോക്കിക്കോളാം സാറേ. ഇപ്പൊ കൂടാ, നീ നോക്കിയോ? ഈ പങ്കുവിന്റെ കളി നീയൊക്കെ കാണാൻ കിടക്കണോ? പട്ടികളെ ഇത് ഇവിടെ തീരുടാ. നീയൊക്കെ തട്ടി ഉള്ളിലാക്കി. फिर से स्विच ऑफ. ഇപ്പൊ എന്തിനായി? ഹലോ എന്നെ വിശ്വാസമില്ലല്ലേ? എന്നിട്ടിപ്പോ സാധനം കിട്ടിയ വണ്ടി കളഞ്ഞ അമ്മാനെ പോലെ വരുന്നുണ്ടില്ലേ? ഇപ്പൊ എന്തിനായി? നേരത്തെ പറഞ്ഞാലായില്ലേ? എന്റെ പൊന്നെണ്ണ, ഇനിയെങ്കിലും എന്നെ ഒന്ന് വിശ്വസിര്. എന്റെ പയലുകൾ പോയ പുഷ്പം പോലെ സാധനം ഇവിടെ കൊണ്ടുവരും. ചീള് കേസ്. തും കുച്ച് ഭീ കറോ. 3 മണിക്ക് മുമ്പ് എനിക്ക് എന്റെ കുപ്പി കെട്ടിയിരിക്കണം. ആ, ഇപ്പൊ പറഞ്ഞത് കറക്റ്റ്. അങ്ങനെ വഴിക്ക് വാ. क्या हालत है मेरा? 3 बजे के पहले मेरा बोतल नहीं मिला तो ഡേയ് തുമ്പി, നീ ഒന്ന് ഗോഡനിലോട്ട് വാ. കാര്യമൊക്കെ വന്നിട്ട് പറയണം. വാ വെക്കം വാ. കല്ലേ മൈനസ് കാണും. അപ്പൊ മാഷെ ഇതാണ് കാര്യം. അപ്പൊ പോലീസ് നിങ്ങളെ പൊക്കാൻ വന്നതല്ലേ? എടോ,
ആ നടി ഡയാന ആത്മഹത്യ ചെയ്ത് അത് അന്വേഷിക്കാനാണ് പോലീസ് വന്ന്. അങ്ങനെയാണ് ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ. ഈ പെണ്ണ ഈ പെണ്ണ് തന്റെ കള്ളും കുടിച്ച് ബോധവും ഇല്ല പറഞ്ഞു. നീ വിട്ടേ. അപ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞത് ഈ മാതിരി വയ്യാവിലെടുത്ത് തലേ വെക്കരുതെന്ന്. എന്തെന്ന് വെച്ചാ ചെയ്തോ. ബേസിലെ ഒരു പങ്കൊന്നുമില്ല. മാഷേ തന്നെ നോക്കില്ല നീ അനുഭവിച്ചോ ഫ്ലഷ് തെണ്ടി. തെളിവുകൾ ഇപ്പോൾ ഞങ്ങളുടെ ചാനൽ എക്സ്ക്ലൂസീവായി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. നടി ഡയാന തന്റെ മരണം ഫേസ്ബുക്ക് ലൈവായി പ്രദർശിപ്പിച്ചതിന്റെ ഡയറക്റ്റ് ഡൗൺലോഡ് വീഡിയോ ഞങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. നീ ഒന്നും ചെയ്തില്ലല്ലോ. ഇല്ലല്ലോ. നീ നിരപരാധിയാണല്ലോ അല്ലേ? ഇയാളൊന്നും മിണ്ടായിരുന്നു. ഞാൻ നിരപരാധിയാ. എനിക്ക് പാപത്തിൽ പങ്കില്ല. ക്രൂരത എനിക്ക് വന്നില്ല. അളിയ ഇനിയിപ്പോ എന്താ ചെയ്യാ? അപ്പൊ ആ ബോഡി എവിടെ പോയി? ഇവിടെ കിടക്കാതെ പോയി കാര്യം കാണാൻ കൂടെ. പിന്നെ കാര്യം പറഞ്ഞേക്കാം. ഈ കേസ് ഞാൻ നിരപരാധിയാണ്. എനിക്ക് ഈ പാവത്തിൽ പങ്കില്ല പറഞ്ഞേക്കാം. നീ സമാധാനപ്പെടും. ആ ബോഡി ഇവിടുന്ന് പുറത്തു പോകണമെങ്കിൽ ഈ ബോഡി തപ്പി പോലീസ് ഇവിടുന്ന് പുറത്തു പോകണം. അതോ പ്രൊഫഷണൽ ലൈഫിലെ പ്രശ്നങ്ങളാണോ? അങ്ങനെയാണെങ്കിൽ ആരാണ് അതിന് പിന്നിൽ? വ്യക്തി ജീവിതത്തിൽ അവർക്ക് ഇത് ഒരുപാട് സമ്പാദ്യമുണ്ടായിരുന്നു. ആത്മഹത്യയല്ല, വരുമാന സ്രോതസ്സുകൾ കൊലപാതകമാണ്. ഇതല്ല ഞാനും പറഞ്ഞത്. ഇവനല്ലേ ആ പെണ്ണെ കൊന്നത്. ഇവനെ പിടിച്ചോടുത്ത തീർന്നില്ല പ്രശ്നം. സിമ്പിൾ അല്ലേ? കൊല ഒന്നായാലും രണ്ടായാലും ഒരു ഒറ്റ ശിക്ഷയുള്ളൂ. തീ വരുന്നു ഞാൻ തല്ലി തട്ടു. ഇനി ഒരു ഒറ്റ അക്ഷരം വേണ്ടിയാണ്. നിനക്ക് ഇത്ര അഹങ്കാരമാണ്. പോലീസ് കേട്ടാ പറയട്ടെ. നിന്നെ പിടിച്ച് കുറച്ചിരിക്കും. നോക്ക് ഞാൻ അടക്കരുത് കേട്ടോ. മാഷേ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. നമ്മള് 3 പേര് ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ ഇവനുണ്ടാക്കി വള്ളിക്കെട്ടി നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളേ. എന്റെ പട്ടി നിൽക്കുമല്ലോ. നീ ടെൻഷൻ ആവണ്ട, ഇത് ഞാൻ നോക്കിക്കോളാം. ഇയാളെ നീ ഒന്ന് ഹാൻഡിൽ ചെയ്താൽ മതി. കാണിച്ചോടാ.